വെള്ളിയാഴ്ച കേട്ട നിലവിളി ഏലയിൽ ലാമ ശബക്താനി എന്നുള്ളതായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനെന്നെ കൈവിട്ടു. ഇപ്പോഴാവട്ടെ ഭൂമിയിലുള്ള ഓരോ പുൽനാമ്പും ഉറക്കെ പാടുകയാണ് ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ ഒരു ചെറിയ ഇടവേള കടന്നുപോയി. പ്രോബ്ലി ഒരു 48 മണിക്കൂർ. ഈ വലിയ ശനിയെക്കുറിച്ചൊക്കെ ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. ദൈവശാസ്ത്രപരമായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളൊന്നുമല്ല. കവിതയുടെ ഒരു ലോകത്ത് ഏറ്റവും കഠിനമായ, ഏറ്റവും ഭയപ്പെടേണ്ട ഒരു ദിവസമായിട്ടാണ് ഈ ശനിയെ കരുതുന്നത്. കാരണം ദൈവം വിശ്രമിച്ച ദിവസമാണ്, ദൈവം കണ്ണുപൂട്ടിയ ദിവസമാണ്. എന്തും സംഭവിക്കാം. അത് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ദൈവശാസ്ത്രപരമായ സാധുതയില്ലാത്തൊരു വിചാരമാണെങ്കിലും അതൊരു മെഡിറ്റേഷനെ പറ്റിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അവിടെ നിന്നില്ലാതെ പോകുമ്പോൾ ഭൂമിയിൽ ഇരുട്ടുണ്ടാവുന്നു. യേശു മരിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് നമ്മളതാണ് വായിച്ച് കേൾക്കുന്നത്. ഭൂമി ഇരുണ്ടുപോയെന്നാണ് പറയുന്നത്. യേശു മരിക്കുന്നത് ഒരു 3 മണി ഉച്ചയ്ക്കാണ്. സൂര്യൻ അതിൻ്റെ നെറുകയിൽ ഇങ്ങനെ കത്തി നിൽക്കണ നേരമാണ്. എന്നിട്ടും അവിടുത്തെ കണ്ണടയുമ്പോൾ ഈ സൂര്യൻ കെട്ടുപോവുകയാണ്. വേണമെങ്കിൽ ഇതുമായിട്ട് തന്നെ ബന്ധമുള്ളൊരു ഭാഗം സുവിശേഷത്തിൻ്റെ ആരംഭത്തിലുണ്ട്. എന്താണത്? യേശു പിറക്കുന്നത് പാതിരാവിലാണ്. എന്നിട്ടും അസാധാരണ പ്രഭയുള്ളൊരു നക്ഷത്രം മാനി തെളിയുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യരുടെ ഉദയാസ്തമയങ്ങൾ ഇനി നിർണ്ണയിക്കാൻ പോകുന്നത് സൂര്യേന്ദ്രന്മാരോ രാപകലുകളോ ഒന്നുമല്ല, മറിച്ച് ഒരാളുടെ ഉള്ളിലുള്ള ക്രിസ്തുസാന്നിധ്യത്തിൻ്റെ ആ പ്രസൻസോ അല്ലെങ്കിൽ അതിൻ്റെ അഭാവമോ ഒക്കെ ആയിരിക്കും. വേനലിൽ ഈ പൂക്കൾ ഈ വഴിയോരങ്ങൾ മുഴുവൻ ഇങ്ങനെ നിൽപ്പുണ്ട്. വിശേഷിച്ചും കൊന്നയൊക്കെ പൂത്തിട്ടുണ്ട്. പൊതുവേ വേനൽ പൂക്കൾക്ക് പറ്റിയൊരു കാലമോ നേരമോ അല്ലെന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. തണുപ്പൊക്കെയാണ് ഈ പൂക്കൾക്ക് നല്ലതെന്നൊക്കെ നമ്മൾ പലപ്പോഴും ധരിക്കാറുണ്ട്. പക്ഷേ ചില മരങ്ങൾ വേനൽ കടുക്കുന്നതനുസരിച്ചിട്ട് കൂടുതൽ പൂവിടുന്നു. ഈ ഗുൽമോഹർ കണക്കൊക്കെ. അപ്പോൾ വേനലിൽ പൂക്കുന്ന ഒരു പ്രത്യാശയുടെ, മുമ്പോട്ട് പോകാൻ പ്രേരണ നൽകുന്ന ഒരു ഓർമ്മയുടെ പേരാണ് ഈസ്റ്റർ. അവിടെ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ഉയർപ്പിക്കുന്നൊക്കെ ഉള്ള ഒരു തിരുവചനമുണ്ട്. അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഈ 3-ാം ദിവസം എന്നൊക്കെ പറയുന്ന ഒരു വിചാരം വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത്. ഹോസേയ 6:2 അവിടുന്ന്. എന്താ ഈ 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? അയാൾ മരിച്ചു കഴിഞ്ഞെന്നാൽ അയാളുടെ പ്രാണം അയാളുടെ ഒപ്പം 3 ദിവസത്തോളം ഉണ്ടായിരിക്കുമെന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു യഹൂദർക്കിടയിൽ. അപ്പോൾ ആ 3 ദിവസത്തിന് ശേഷം കാര്യമായ ശുശ്രൂഷകളോ പ്രാർത്ഥനകളോ ഒന്നും ഈ ശവകുടീരത്തിൽ നടക്കുന്നില്ല. കാരണം അതിനകത്തുനിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്നുള്ള ഒരു വല്ലാത്തൊരു ഡെസ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. ലാസറിൻ്റെ ശവകുടീരത്തിൽ വരുമ്പോൾ അവൻ്റെ പെങ്ങന്മാർ പരാതിപ്പെട്ട അതാണ്, 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ നിനക്ക് ഇടപെടാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനുള്ള നേരം വൈകിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആ പ്രതീക്ഷ തീരുന്ന ഒരു നിമിഷത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞത്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ ശരിയായ സമയം ആരംഭിക്കുക. 3rd ഡേ, 3-ാം ദിവസം നമ്മെ മരിക്കാൻ വിട്ടുകൊടുത്താലും അവിടെ നമ്മൾ ഉയർപ്പിക്കും. എന്തൊക്കെ അപമാനങ്ങളിലൂടെയും എന്തൊക്കെ പരിത്യക്തതയിലൂടെയും എന്തൊക്കെ ദാരിദ്ര്യത്തിലൂടെയും എന്തൊക്കെ സ്നേഹരാഹിത്യത്തിൽ കടന്നു പോയാലും എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ ഗീതങ്ങളുടെ ധർമ്മം. മാർക്കിൻ്റെ സുവിശേഷത്തിലെ ആ ഒരു ഈസ്റ്റർ ദൂതെന്ന് കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ രാത്രിയെ കുറേ കൂടി അവൻ്റെ കാൽപാദങ്ങളിലേക്ക് ഏകാഗ്രമാക്കാമെന്നാണ് കരുതുക. മാർക്കിൻ്റെ സുവിശേഷത്തിൽ ഈ മാലാഖമാരല്ല ഈ ഉയർപ്പിൻ്റെ ദൂത് പറയുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. മറ്റിടങ്ങളിലൊക്കെ ഈ മാലാഖമാരാണ് ഈ ശൂന്യമായ കല്ലറയുടെ മുമ്പിലിരിക്കുന്നത്. ശൂന്യത എന്ന് പറയുന്ന വാക്കിന് ഇത്രയും പൂർണ്ണത കൊണ്ട് നമുക്ക് അന്നാപിടുത്തം കിട്ടുന്നത് ഒരു തിരിശേഷി പോലും ഇല്ല. അപ്പോൾ അത്രയും കൃത്യമായിട്ട്
സെലസ്റ്റിയൽ ആയിട്ട് അല്ല മാർക്ക് ഈ ഈസ്റ്റർ ദൂത് പറയുന്ന ഒരാളെ അവതരിപ്പിക്കുന്നത്. ഒരു യുവാവുണ്ടായിരുന്ന പറയുന്നത്. ആ യുവാവിനെക്കുറിച്ച് പറയുന്നുണ്ട്, വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ്. വളരെ കൗതുകരമായ ചില പ്രാർത്ഥനാ നിരീക്ഷണങ്ങൾ ഇതിൻ്റെ മീതെ നടന്നിട്ടുണ്ട്. മാർക്കെപ്പോഴും ഒരാളുടെ ആ ഒരു വസ്ത്രത്തെക്കുറിച്ച്, അയാളുടെ ഒരു ഡ്രസ് കോഡിനെക്കുറിച്ച് പറയാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ട് ഒരു കൃത്യമായൊരു നിരീക്ഷണമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, യോഹന്നാനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും ഇങ്ങനെ തുകൽ കൊണ്ടുള്ള ഒരു വാറുമൊക്കെ കെട്ടിയിട്ടാണ് യോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നത്. യേശുവിന് രൂപാന്തരീകരണം ഉണ്ടാകുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നു, അവൻ്റെ വസ്ത്രം ഇങ്ങനെ ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത വിധത്തിൽ ഈ മഞ്ഞുപോലെ വെളുത്തായിരുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയും വസ്ത്രത്തിൻ്റെ റെഫറൻസ് വരുന്നുണ്ട്, ഇങ്ങനെ മുഖ്യപുരോഹിതൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അതിനേക്കാളൊക്കെ കൗതുകരമായ ഒരു കാര്യം ഈ വസ്ത്ര പശ്ചാത്തലത്തിൽ, കുട്ടികളുടെ ഭാഷയിൽ കോസ്റ്റ്യൂം ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്, ഈ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഇങ്ങനെ വസ്ത്രം ഉപേക്ഷിച്ച് ഓടിപ്പോയെന്നുള്ള സംഭവമാണ്. നമ്മളത് ഓർക്കുന്നുണ്ടാകും. ഗെത്സമനിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കഠിനവ്യഥകളിലൂടെ കടന്നു പോകുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ ആരോ ഒരാളെ ഇവനെ അവിടുത്തെ ഉറ്റുനോക്കുന്നുണ്ട്. പിന്നീട് അയാൾ തന്നെ ബാക്കിയുള്ള ചില കാര്യങ്ങളും കൂടി കാണുന്നുണ്ട്. പിന്നെ പന്തങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി പട്ടാളക്കാർ വരുന്നു. പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് തർക്കങ്ങൾ. ഒടുവിലിങ്ങനെ യേശുവിനെ വലിച്ചഴിച്ച് പോകുമ്പോൾ ഇയാൾ കുറച്ച് ദൂരം കൂടെ പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഈ അപരിചിതനായ ഇയാളെ പട്ടാളക്കാരിൽ സംശയിക്കുകയും അയാളുടെ വസ്ത്രത്തിൽ കയറി പിടിക്കുമ്പോൾ അയഞ്ഞു തുടങ്ങിയ വസ്ത്രം അഴിച്ചിട്ടിട്ട് ഇയാൾ ഓടിപ്പോവുകയും ചെയ്യുന്നു. നഗ്നനായി ഓടിപ്പോയെന്നാണ് പറയുന്നത്. ആ ഒരു വാക്കിനകത്ത് അയാളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ശിഷ്യൻ്റെയും ഒരു ഫെയ്റ്റുണ്ട്. അപമാനവും നിരാശയും അവനവനോട് തന്നെ മതിപ്പില്ലായ്മയും ഒക്കെയാണ് ഈ ഒരു നഗ്നൻ എന്ന് പറഞ്ഞ കുഞ്ഞു ഭാഗത്തിനകത്ത് സംഗ്രഹിക്കപ്പെടുക. ആശിക്കാനായിട്ട് ഒന്നുമില്ല, വലിയ ആഗ്രഹങ്ങളിൽ പിന്തുടർന്ന് പോകുന്നതാണ്. പക്ഷേ അപമാനിതരായിട്ട് മടങ്ങി വരിക. അയാളിട്ടിട്ട് പോയ വസ്ത്രം ഒരു ലിനൻ വസ്ത്രമാണെന്നൊക്കെയാണ് നമ്മളതിനകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിച്ചെടുക്കുക. മലയാളത്തിൽ വസ്ത്രോപേക്ഷിച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ലിനൻ എന്ന് പറയുന്നൊരു സംഭവം യേശുവിൻ്റെ ബെറിയലുമായിട്ട് ബന്ധപ്പെട്ട്, യേശുവിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കാണ്. അവനെ ഈ പറഞ്ഞ ലിനിൽ കച്ച ചുറ്റിയെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ ഇവയൊക്കെ തമ്മിൽ ഒരു കണക്ടറാണ്. ആദ്യം പറഞ്ഞ ഈ 3 വസ്ത്രത്തിൻ്റെ റെഫറൻസിലും ഇങ്ങനെ ഒരു യേശുവുമായി ബന്ധപ്പെട്ട ഒരു റെവലേഷൻ നടക്കുന്നുണ്ട്. ജോണിൻ്റെ ആ വസ്ത്രവും ഭാവപ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അടുത്ത വരി എന്താണ്? ഇതാണ് വരുവാനുള്ളവൻ എന്ന് ലോകത്തോട് ജോൺ ചൂണ്ടിക്കാണിക്കുകയും ആകാശം ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് അവൻ്റെ വസ്ത്രം വെൺമഞ്ഞ് പോലെയായെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പിന്നെയും പറഞ്ഞത് തന്നെയാണ്, ഇങ്ങനെ ആകാശം പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ. മൂന്നാമത്തിനകത്ത് ഈ മുഖ്യപുരോഹിതൻ വസ്ത്രം കീറുന്ന എപ്പോഴാണ്? യേശു സ്വയം ഇങ്ങനെ വരുവാനുള്ളവനെന്ന ഒരു തലത്തിൽ തന്നെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് താങ്ങാനാവില്ല, ഈ ദൈവദൂഷണമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വസ്ത്രം വലിച്ചു കീറുക എന്ന് പറയുന്നത് ജ്യൂസിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രതിഷേധവും ദുഃഖവും രോഷവും ഒക്കെ കാട്ടാൻ വേണ്ടിയിട്ടുള്ള ബോഡി ലാംഗ്വേജാണ്. ഈ 3 യേശുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് മറന്നീക്കി വരുന്നുണ്ട്. യേശുവുമായി ബന്ധപ്പെട്ട ഒരു റെവലേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വസ്ത്രത്തിൻ്റെ റെഫറൻസിലും ആ യേശുവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പശ്ചാത്തലത്തിൽ വരിക. അല്ലാതെ അയാൾ ചെയ്ത ഒരു കാര്യമെന്നുള്ള നിലയിലല്ല. യേശുവിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ അപമാനിതനായി നിൽക്കുന്ന ഈ മനുഷ്യൻ വാസ്തവത്തിൽ അവനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചിട്ട് എങ്ങുമെത്താതെ പോകുന്ന നിസ്സഹായനായ, നിരാശ കീഴ്പ്പെടുത്തിയ, സ്ഥൈര്യമില്ലാത്ത ഒരാളെ പ്രതിദാനം ചെയ്യുകയാണ്. കൊടിയ അപമാനത്തിൽ അയാൾ മടങ്ങിപ്പോകുന്നു. ഇതാരാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിചാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവെ കരുതപ്പെടുന്നത് മാർക്ക് തന്നെയാണെന്ന് പറയുക.
കാരണം മാർക്കിൻ്റെ ഭവനം ജെറൂസലേമിലാണെന്നുള്ളൊരു സൂചന നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് നടപടി പുസ്തകത്തിലത്. മാർക്ക് ഒരു ചെറിയ ഒരാൾ കൂടിയായിരിക്കണം മറ്റ് ശിഷ്യന്മാരുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ. യേശുവിന് വേണ്ടി അത്താഴ വിരുന്ന് വിളമ്പിയ അതിനകത്ത് നിങ്ങളാരും കരുതരുത്, കൃത്യമായിട്ടൊരു 13 പേര് മാത്രം ഉണ്ടായിരുന്നൊരു വിരുന്നാണ് അതെന്ന്. കുറേ അധികം പേര് ഉണ്ടായിരുന്ന ഒരു വിരുന്നായിരിക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് സപ്പറിലൊക്കെ ഇങ്ങനെ സ്ത്രീകളുടെ ഒരു സൂചന പോലും അങ്ങ് ഇല്ലാത്തത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 12 പേർക്ക് വേണ്ടിയുള്ള ഒരു രാത്രി അല്ലെങ്കിൽ 13 പേർക്കുള്ള രാത്രി അത്താഴം ഇങ്ങനെ താനേ സംഭവിക്കുന്നതാണെന്ന്? ഇതൊക്കെ ഒരു ഫാമിലിയുടെയും കമ്മ്യൂണിറ്റിയുടെയും കോൺടെസ്റ്റിലാണ് നടക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വയോധികരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഇളമുറക്കാരനാണ് മാർക്ക്. പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ചിത്രം വരക്കുമ്പോൾ സിഗ്നേച്ചർ ഇടുക എന്നുള്ളത് ഒരു രീതിയല്ലായിരുന്നു. പകരം അവർ ചെയ്യുന്നൊരു കാര്യം, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവരെ തന്നെ ഒന്ന് പ്ലേസ് ചെയ്യും. ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ആയിട്ട് അവരവരുടെ ആ ചിത്രം വരക്കും. അപ്പം അത് കണക്ക് എഴുത്തിലും അങ്ങനെ തങ്ങളെ തന്നെ ഏതെങ്കിലും ഒരിടത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടെന്നാണ് പറയുക. മാർക്ക് തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രതീകമോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളൊരു കാര്യമൊക്കെ ആയിരിക്കാം ഈ വസ്ത്രം ഉരിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരാൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ മനുഷ്യനായിരിക്കണം വാസ്തവത്തിൽ ഗസ്തമിൽ സംഭവിച്ച കാര്യങ്ങളുടെ നരേഷൻ പറയുന്നത്. യേശു രക്തം വിയർത്തുവെന്നും യേശു പാനപാത്രം എടുത്തു മാറ്റുന്ന നിലവിളിച്ച് കരയുന്നതിനുമൊക്കെ വേറെ ഒരാളും സാക്ഷിയില്ല. യേശുവിൻ്റെ ഏറ്റവും കൃത്യമായൊരു ദുഃഖനിമിഷത്തിലേക്ക്, അതെങ്ങനത്തെ ദുഃഖമാണ്? ഇങ്ങനെ രക്തം വിയർത്ത് പോകുന്ന വിധത്തിൽ ദുഃഖമാണ്. അതിനകത്ത് അത്രയും ഇൻറ്റൻസ് പെയിനിലൂടെ യേശു കടന്നു പോവുകയാണ്. അതൊരു പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പെയിന് ഇങ്ങനെ ഇൻറ്റൻസിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയൊക്കെ ലൂക്കാ തുടങ്ങിയ സുവിശേഷകർ ഉപയോഗിക്കുന്നൊരു പദമാണെന്നൊക്കെ ഉള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ആ ഇൻറ്റൻസ് പെയിനിലൂടെ കടന്നു പോയതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനാണ്. ഉറ്റവരുടെ ദുഃഖങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാക്ഷിയായ ഒരാൾക്ക്, അവരുടെ ദുഃഖങ്ങളിലേക്ക് ഒരു താക്കോൽ കാഴ്ച കിട്ടിയ ഒരാൾക്ക് എന്തെങ്കിലും മടങ്ങി വരാതിരിക്കാനാവുമോ? വാസ്തവത്തിൽ സന്തോഷങ്ങളെക്കാളേറെ നമ്മൾ തിരിച്ചു വിളിക്കുന്നത് ദുഃഖങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ അഴിഞ്ഞുപോയ ഒരു ലിനനുണ്ട്, അതൊരു നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് ഒന്ന് എണീറ്റ് വന്ന് നോക്കിയതാവാം, എന്തുവാവട്ടെ, ഈ മരിച്ചവരുടെ മീതെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിനും ഈ പറഞ്ഞ വസ്ത്രത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളും സൂചനകളും ഒന്നാണെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നിന്ന് അഴിഞ്ഞു പോയ ഒരങ്കി കൊണ്ട് ഒക്കെ ഇങ്ങനെ കവിതയിൽ നമ്മൾ ഈ പുസ്തകത്തെ വായിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആ അങ്കി കൊണ്ട് അവനെ പൊതിയുക. എന്നിട്ടോ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരന് അവൻ്റെ അങ്കി തിരിച്ച് കിട്ടിയ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. അവരോടിയെത്തുമ്പോൾ കല്ലറയുടെ അരികിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ്, നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ യുവാവ് നിൽപ്പുണ്ടായിരുന്നു. ഇത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവനിവിടെ തിരയുന്നത്? അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോയി. ഇതേ ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ ഒടുവിൽ ഭരത സുവിശേഷം അതിൻ്റെ എന്ത് ചെയ്യുന്നു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ചെറുപ്പക്കാരനെന്നൊക്കെ കരുതുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. എത്ര നഗ്നനായിട്ട് നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമ്പോഴും അവൻ്റെ ഉയർപ്പ് തരുന്ന പ്രത്യാശ ഇതാണ്, അവിടെ നിങ്ങളെ പൊതിയാൻ പോവുകയാണ്. പുതിയ സ്നേഹത്തിൻ്റെയും പുതിയ വിശുദ്ധിയുടെയും പുതിയ നൈർമല്യത്തിൻ്റെയും ഒക്കെ അങ്കികൊണ്ട്. ആ വെള്ളവസ്ത്രം എന്നുള്ള വാക്ക് ഇതിനു മുമ്പ് മാർക്ക് ഉപയോഗിക്കുന്നത് രൂപാന്തരീകരണ മലയിലാണ്. അത് യേശുവിൻ്റെ തന്നെ വസ്ത്രം. ഒരു ആൾക്കും അലക്കി വെളുപ്പിക്കാനാവാത്ത വിധത്തിൽ ഒരു തൂവെള്ള വസ്ത്രമുണ്ടായി. ആ വസ്ത്രം ഒരിക്കൽ അവനെ വിട്ടിട്ട് പോവുകയും അവൻ്റെ മീതെ ഇടറുകയും അവൻ്റെ മീതോടൊപ്പമുള്ള യാത്ര അവസാനിപ്പിക്കുകയും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുനിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് കരുതി വയ്ക്കുകയാണ്. നമ്മുടെ അപമാനങ്ങൾക്ക് മീതെ അവൻ്റെ വെള്ളവസ്ത്രം വീഴുന്ന തിരുനാളിൻ്റെ പേരാണ് ഈസ്റ്റർ. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ.